ഹായ് മച്ചാമാരെ, ഇന്ന് ജോലിയില്ലാത്തതുകൊണ്ടേ ഞാനും പെണ്ണും പിള്ളയും കൂടി ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് നേരെ വണ്ടി എടുത്ത് എവിടെ പോകും. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മലയാറ്റൂർ പോയാലോ. നമ്മൾ ഈ നോമ്പ് സീസണിൽ മാത്രമേ മലയാറ്റൂർ പോയിട്ടുള്ളൂ. ഇപ്പം പോയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് മലയാറ്റൂർ പോകാൻ പറഞ്ഞത് നെടുമ്പാശ്ശേരി എത്തിയേ. 9 മാസം മുമ്പ് ഖത്തറിൽ നിന്ന് പോകുന്നതാണ്. പിന്നെ ഈ വഴി സഞ്ചരിച്ചിട്ടും കൂടിയില്ല. അങ്ങനെ നേരെ കാലടി പ്ലാന്റേഷൻ റൂട്ടാണ് ഇത്. നോക്കി, നല്ല അടിപൊളി പച്ചപ്പാണ്. നോക്കി, ടൈലൊക്കെ ഇട്ട റോഡും നല്ല അടിപൊളി റോഡ്. കട്ടറുമില്ല, ഒന്നുമില്ല. നോക്കി, നല്ല പച്ചപ്പും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ലെന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. പിന്നെ അതേ അവസാനം ദേ അടിവാരത്തെത്തി. നോമ്പ് സീസണിൽ ഇവങ്ങാടൊന്നും വണ്ടിയൊന്നും കയറ്റി വിടൂലേ. താഴത്ത് പാർക്കിംഗ് ഉണ്ട്. അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു വരണം. നോക്കി, ആരുമില്ല. നല്ല അടിപൊളി വ്യൂ. നോക്കി, വിജനമായി കിടക്കുന്നു. അങ്ങനെ മല കയറാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ മഴ പെയ്തേക്കണോണ്ട് ഇച്ചിരി വയറ്റിലൊക്കെ ഉണ്ടാവുമെന്ന് അവിടുത്തെ തിരി വെക്കാൻ നിൽക്കണ ചേച്ചി പറഞ്ഞു. അങ്ങനെ അവസാനം ഞാനും പൊണ്ടാട്ടിയും കൂടി, അവക്കൊരു മടിയുണ്ട്, ഇതെൻ്റെ തല കുനിച്ചൊക്കെ വന്നോ ചേട്ടാ, ഞാൻ പറയും വാടി എന്ന് പറഞ്ഞ് അവസാനം ഞാനും അവളും കൂടി കയറാൻ തുടങ്ങിയിട്ട് അത് ഫസ്റ്റ് വ്യൂ ആണ്. മല കയറാൻ പോകുന്ന ഫസ്റ്റ് വ്യൂ. എന്താണ് പച്ചപ്പ്. നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്തേക്കണോണ്ടാന്ന് തോന്നുന്നു. നല്ല കാട് മൊത്തം നല്ല പച്ചപ്പിൽ നിൽക്കണേണ്. നോക്കിയേ ഗൈസ്, മൃഗങ്ങളുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ മൃഗങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അവസാനം നോക്കിയേ ഞങ്ങളല്ല ഞാനെത്തി 14-ാം സ്ഥലത്ത്. അവള് പകുതി എത്തിയില്ല, അതിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോയി. എൻ്റെ ദൈവം ഭയങ്കര വഴറ്റില്ല. അത് കാരണം ഞാനും പറഞ്ഞു അവരുടെ അടുത്ത് കയറണ്ടെന്ന്. അവസാനം അതാണ് തോമസ് ലേഹ നിൽക്കുന്ന സ്ഥലം. അപ്പം ഞാൻ അങ്ങോട്ട് പയ്യെ സ്റ്റെപ്പൊന്നും കയറാൻ പറ്റണില്ല. അമ്മാതിരി കയറ്റമാണ് ഞാൻ കയറിയത്. ഒന്നും പറയണ്ട. പണ്ടത്തെ അവിടെ കുരിശായിട്ട് വന്ന ആൾക്കാർ അവിടെ കുരിശ് ചാരി വെച്ചിട്ട് പോയിട്ടുണ്ട്. അവിടെ പണി കിടപ്പുണ്ട് കൈസ്. അത് കാരണം ഞാൻ തോമസ് ലേയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചൊക്കെ ചെയ്തിട്ടാണ്. സെക്യൂരിറ്റി കയറിക്കോളാനൊക്കെ പറഞ്ഞു. അവസാനം ആന കുത്തിയ പള്ളിയുണ്ട് അവിടെ. പണ്ട് ആന വന്ന് കുത്തിയതാണ്. നോക്കി, അവിടുത്തെ വ്യൂ ആണ്. എൻ്റെ പൊന്നും മച്ചാനേ, ഒന്നും പറയണ്ട. ഇത് നോക്കി, എന്താ അടിപൊളി. നോക്കി, പണ്ട് ഞാനും ഫ്രണ്ട്സൊക്കെ വരുന്നത് രാത്രിയാണ്. രാത്രി ഞങ്ങൾ ഈ പള്ളിയിലൊക്കെ കയറി ഈ സൈഡിലോട്ടൊക്കെ വരുമ്പേ ഈ മലയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ലൈറ്റുകളും കുറച്ച് എന്താ പറയുക ലൈറ്റുകളും അത് ഇതൊക്കെ കാണുള്ളൂ. അപ്പം നമുക്കിത് വ്യക്തമായി കാണാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ എന്താണെന്നൊന്നും നമുക്ക് ആ സമയത്തൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. എൻ്റെ പൊന്നു മച്ചാൻ, ഇത് നോക്കിയത് എന്താ അടിപൊളി വ്യൂ. നോക്കി, ഇതുപോലെയൊക്കെ വന്നം ശരിക്കും. അതായത് ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് ആ നോമ്പ് സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും എല്ലായിടത്തും ജനുവരിക്കുള്ളൂ. അത് കാരണം നമുക്ക് മര്യാദക്ക് ഇത് കിട്ടില്ലത്. ഒരു എയർക്രാഫ്റ്റ് പോണു. അത് നോക്കി, എയർക്രാഫ്റ്റ് മേഘങ്ങളുടെ ഇടയിൽ കൂടി അടിപൊളി. അപ്പം നോക്കി, അതെനിക്ക് തോന്നുന്നു പൈനാപ്പിൾ കൃഷിയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല ഗൈസ്, ഒന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താണെന്ന്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ അവസാനം ഇങ്ങോട്ട് ആ കൊടിമരം ഒന്ന് കാണിച്ചു. നോക്കി, അതാണ് കൊടിമരം. അവസാനം ഗൈസ് ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കണേ. എൻ്റെ പൊന്നു മച്ചാനെ, നിറച്ചും പൂപ്പലാണ്ടാ. ഒന്ന് തെന്നിയ നേരെ അടിവാരത്തെത്തും. അമ്മാതിരി പൂപ്പലാണ്. അങ്ങനെ പയ്യെ ഞാൻ പിടിച്ച് ഇങ്ങനെ ഇറങ്ങണേ കൊണ്ടത് ഒരു തെന്നി അവിടെ. അവസാനം സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ പൊന്നെ, ഇതെങ്ങനെ ഇറങ്ങും. നോക്കിങ്ങണ്ട് ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റ പോക്കാണ് അങ്ങോട്ട്. അവസാനം നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞാൻ വീണു ഗൈസ്. നോക്കൂ, അവസാനം അടിവാരത്ത് എത്തി.